നമസ്കാരം. നിങ്ങൾ ഈ വീഡിയോയുടെ ഈ ഒരു ശബ്ദശകലം കേൾക്കുക. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇത് കേൾക്കേണ്ടതാണ്, കേട്ടിരിക്കേണ്ടതാണ് ഓരോ ഭാരതീയനും. കാരണം ഒരു ഭാരതപുത്രൻ എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഈ വാക്കുകൾ. मैं आज भी कहता हूं, पाकिस्तान को उसकी भाषा में जवाब देना चाहिए, पाकिस्तान को उसी की भाषा में जवाब देना चाहिए, ये लव लेटर लिखना बंद करना चाहिए। लेकिन इंटरनेशनल प्रेशर है, उसका भी तो ख्याल रखना पड़ेगा सरकार को। इंटरनेशनल प्रेशर पैदा करने की ताकत आज हिंदुस्तान में 100 करोड़ का देश है, पूरी दुनिया पे प्रेशर हम पैदा कर सकते हैं जी। ये उल्टी गंगा क्यों चली, मैं हैरान हूं जी। पाकिस्तान हमको मार के चला गया, पाकिस्तान ने हम पर हमला बोल दिया मुंबई में, और हमारे मंत्री जी अमेरिका गए और रोने लगे, ओबामा ओबामा ये हमको मार के चला गया, बचाओ बचाओ। ये कोई तरीका होता है क्या? पड़ोसी मार के चला जाओ और अमेरिका जाते हो, अरे पाकिस्तान जाओ ना। क्या तरीका होता? पाकिस्तान जो भाषा में समझे समझाना चाहिए। वही तो मैं आपसे समझने की कोशिश, वही तो मैं कह रहा हूं, पाकिस्तान जो भाषा में समझे वो समझाना चाहिए। ഒരാൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണോ അതാണ് നമ്മൾ നൽകേണ്ടത്. ഒരാൾക്ക് ഏത് ഭാഷയിലാണോ തിരിച്ചറിവ് കൊടുക്കേണ്ടത് അത് കറക്റ്റായിട്ട് കൃത്യമായി നമ്മൾ നൽകേണ്ടതുണ്ട്. അത് അതേ ഭാഷയിൽ തന്നെ ചുട്ട മറുപടി ആയിരിക്കണം നൽകേണ്ടത്. അത് 2014 മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ വാക്കുകളാണ് ഇത് എന്ന് മറന്നു പോകരുത്. 2014 മുഖ്യമന്ത്രിയായിരുന്ന, അതായത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദിയുടെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ആ വാക്കുകളിൽ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു മനസ്സുണ്ടായിരുന്നു, ഒരു തുടിപ്പുണ്ടായിരുന്നു, ഒരു ഭാരതപുത്രൻ്റെ വളരെ കർക്കശമായ ഒരു സ്വഭാവവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വാക്കുകൾ ശ്രദ്ധിക്കൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 10 വർഷങ്ങൾക്ക് മുൻപേ അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള, കഴിവുള്ള, ദാർശനികനായ ഒരു വ്യക്തിയായിരുന്നു നരേന്ദ്രമോദി എന്ന് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇന്ത്യയോട് കിടപിടിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ഏതുണ്ട് എന്ന് ഇന്ന് നമ്മൾ ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു രാജ്യത്തിനെ കൊണ്ടെത്തിക്കുവാൻ ആ ഘ്രാണശക്തിക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അദ്ദേഹം അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതിനുള്ള തെളിവ് കൂടിയായിരുന്നു ആ വാക്കുകൾ. അതായത് പാകിസ്ഥാനോട് മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാനോട് സംസാരിക്കുമ്പോൾ കൊടുക്കേണ്ടത്, അവരോട് സംസാരിക്കേണ്ട ഭാഷ എന്താണ്, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കൂ, ആ ഭാഷയിൽ നമ്മൾ തിരിച്ചടിക്കൂ. നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് വളരെ കൃത്യമായി അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ എന്ന്. ഇതിന് ആധാരമായി പറയുന്നത് 2019 നമുക്കറിയാം, 2019 ഫെബ്രുവരി മാസത്തിൽ നടന്ന ഒരു മെഗ് വിമാനം തട്ടിയെടുക്കൽ. 2019 ഫെബ്രുവരി മാസത്തിലാണ് അത് നടന്നത്. അതായത് പാകിസ്ഥാനിലേക്ക് നമ്മുടെ ഒരു ഭാരതപുത്രൻ അഭിനന്ദൻ വർദ്ധമാൻ എന്ന വിംഗ് കമാൻഡർ, അദ്ദേഹം പറത്തിയിരുന്ന ഒരു വിംഗ് വിമാനം വളരെ അപ്രതീക്ഷിതമായി പാകിസ്ഥാനിൽ എത്തപ്പെടുന്നു. അത് വെടിവെച്ച് ഇടുകയാണ് അവിടുത്തെ പാകിസ്ഥാൻ പട്ടാളം. വളരെ വേദനയോടുകൂടി ഇന്ത്യക്കാർ ഒന്നടങ്കം വർദ്ധമാന് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു. പക്ഷേ വർദ്ധമാൻ എന്ന് പറയപ്പെടുന്ന ആ വീരപുത്രനെ തിരിച്ചു നൽകാൻ പാകിസ്ഥാൻ തയ്യാറായില്ല. പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് മറ്റെന്തൊക്കെയോ ആയിരുന്നു. അന്ന് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്നത് ഇമ്രാൻഖാൻ, വളരെ വലിയ ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഇമ്രാൻഖാനായിരുന്നു പാകിസ്ഥാൻ്റെ അപ്പോഴത്തെ പ്രധാനമന്ത്രി. 2014 ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണ് ഞാൻ ആദ്യം നൽകിയിരുന്നത്. ഒരാൾക്ക് നൽകേണ്ടത് ഏത് ഭാഷയാണോ ആ ഭാഷയിൽ തിരിച്ച് സംസാരിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 2019 എത്തുമ്പോൾ ആ പറഞ്ഞ വ്യക്തിത്വം ഇന്ത്യയുടെ തന്നെ പ്രധാനമന്ത്രിയായി മാറിയിരുന്നു നരേന്ദ്രമോദി. ആ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിത്വം ഇന്ത്യയെ വികസന കുതിപ്പിലേക്ക് നയിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഇന്ത്യയോട് മല്ലിടാൻ ആരുണ്ട് എന്നുള്ള ചോദ്യം. ഇവിടെയാണ് ഞാൻ 2019 കഥ പറയുന്നത്. 2019 പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ്റെ ലക്ഷ്യങ്ങൾ വളരെ വലുതായിരുന്നു. ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഇന്ത്യയെ പലപ്പോഴും ഈ വർദ്ധമാൻ എന്ന് പറയപ്പെടുന്ന നമ്മുടെ വിംഗ് കമാൻഡറിനെ, അതായത് ഭാരതപുത്രനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിലപേശി. പക്ഷേ ആ വിലപേശലിന് നിന്നു കൊടുക്കാൻ ഇന്ത്യ തയ്യാറായോ? 2019 അത്തരത്തിലൊരു തീരുമാനവുമായി ഇമ്രാൻഖാൻ ഇന്ത്യയെ സമീപിക്കുന്നു. ഇന്ത്യയെ സമീപിക്കുമ്പോൾ
ഇന്ത്യയുടെ പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷണർ. അന്ന് അതേസമയം പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസ്വാരയോട് സംസാരിക്കുവാൻ ഇന്ത്യയിൽ നിന്ന് നിർദ്ദേശം കിട്ടുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന്. കാരണം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയോട് സംസാരിക്കുവാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമയമില്ല, കാരണം പ്രധാനമന്ത്രി തിരക്കിലാണ് എന്നാണ്. കാരണം ഒരു പ്രാവശ്യം ഒരു ഹലോയിലൂടെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഇമ്രാൻഖാന് പകരം പക്ഷേ പാടെ തെറ്റി. ഇന്ത്യയോട് വട്ടം കൂടി നിന്ന് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു അത് എന്ന് അപ്പോൾ ഇമ്രാൻഖാന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ഇമ്രാൻഖാൻ ലക്ഷ്യമിട്ടത് ഇന്ത്യക്കെതിരെ, അത് കാശ്മീർ ആവട്ടെ, ചൈനയുടെ ഉൾപ്രദേശങ്ങളാവട്ടെ, ഇത് മാത്രമല്ല, ഇന്ത്യക്കെതിരെ ഏതു തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കണമെന്നോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നോ അതിനുവേണ്ടി ചിലപ്പോൾ ഇന്ത്യയോട് സൗഹൃദം സ്ഥാപിക്കുന്ന അതേ രാജ്യങ്ങൾ തന്നെ പാകിസ്ഥാനോടും ഒരകലം പാലിക്കാതെ സൗഹൃദം സ്ഥാപിച്ചിരുന്നവരായിരുന്നു. അത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും. ഈ 3 രാജ്യങ്ങളും ഒരേ ലക്ഷ്യത്തോടു കൂടി തന്നെ മധ്യസ്ഥ ചർച്ചകൾ നടത്തി ഈ വർദ്ധമാനം വിട്ടുകിട്ടുന്നതിന് വേണ്ടി പാകിസ്ഥാനുമായിട്ടൊരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാക്കാൻ ശ്രമിച്ചു ഇന്ത്യയെ. പക്ഷേ അതിനൊന്നും വശംവദരാകാൻ ഇന്ത്യ തയ്യാറായില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ കരുത്ത് ഈ ലോകത്തുള്ള മറ്റ് രാഷ്ട്രങ്ങൾ കൂടി അറിഞ്ഞത്. അമേരിക്ക എന്ന് പറയപ്പെടുന്ന ഇവിടുത്തെ ലോകരാഷ്ട്രങ്ങളിൽ ഒന്നാമനായി നിൽക്കുന്ന ആ രാഷ്ട്രം പോലും ഇന്ത്യയുടെ ചൂടറിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യയുടെ കരുത്തും എന്താണെന്ന് തിരിച്ചറിയുവാൻ അമേരിക്കയ്ക്കും ഫ്രാൻസിനും ബ്രിട്ടനും ഒരു അവസരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് എത്താൻ പോകുന്നത് എന്താണ് എന്ന് അന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അവരോട് പറയുകയുണ്ടായി. അതുമാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ പട്ടാളത്തിൻ്റെ ഒരു സന്ദേശം കൂടി കൈമാറുകയായിരുന്നു. അത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വർദ്ധമാൻ എന്ന് പറയപ്പെടുന്ന ഭാരതപുത്രനെ 24 മണിക്കൂറിനകം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചില്ല എങ്കിൽ അടുത്ത പ്രഭാതം കാണുവാനുള്ള അവസരം ലാഹോറിലും കറാച്ചിയിലും ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു അത്. ഏകദേശം 9ഓളം വരുന്ന മിസൈലുകൾ ലക്ഷ്യമിട്ട് വെച്ചിരുന്നത് ഈ കറാച്ചിയെയും ലാഹോറിനെയുമായിരുന്നു. യുദ്ധസന്നാഹങ്ങൾ ഒരുക്കാൻ തയ്യാറായിരുന്നു ഇന്ത്യ. ഒരു രാഷ്ട്രീയ തീരുമാനം മാത്രമായിരുന്നു ആവശ്യമുണ്ടായിരുന്നത് അതിന്. പക്ഷേ അതിനു മുൻപ് തന്നെ അത് തിരിച്ചറിയപ്പെട്ട ഇമ്രാൻഖാൻ വളരെ കൃത്യമായി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയോട് അടുക്കാൻ ശ്രമിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊന്ന് സംസാരിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. പക്ഷേ അതിനുള്ള അവസരം ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയില്ല. പകരം ഇമ്രാൻഖാനോട് പറഞ്ഞത് പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷണറായിട്ടുള്ള ബിസ്വാരയുമായി സംസാരിച്ചോളൂ, എല്ലാ തീരുമാനങ്ങളും ബിസ്വാര പറയും. ബിസ്വാര പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടിയിരുന്ന, അതായത് ഇതിനകത്ത് മധ്യസ്ഥ ശ്രമം നടത്തിയ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ളവർ മധ്യസ്ഥ ശ്രമം നടത്തി പാകിസ്ഥാനോട് പറഞ്ഞ കാര്യങ്ങളാണിത്. കാരണം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളാണിത്. അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ: 24 മണിക്കൂറിനകം അഭിനന്ദൻ വർദ്ധമാൻ എന്ന് പറയപ്പെടുന്ന ഭാരതപുത്രനെ ഇന്ത്യയിൽ എത്തിച്ചില്ല എങ്കിൽ അടുത്ത പ്രഭാതം കാണാൻ കറാച്ചിയിലും ലാഹോറിലും ആളുണ്ടാവില്ല എന്ന്. കാരണം 9ഓളം മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് വേണ്ടി ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇന്ത്യ. ഈ വാക്കുകളാണ് ഇമ്രാൻഖാൻ എന്ന് പറയപ്പെടുന്ന ക്രിക്കറ്റിലെ ഇതിഹാസത്തിനെ അടിമുടി വിറപ്പിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊന്ന് സംസാരിക്കാൻ വേണ്ടി കേണപേക്ഷിച്ചുകൊണ്ട് ബിസ്വാരയുടെ മുമ്പിലെത്തിയതും. ഇതൊക്കെ ബിസ്വാര അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആങ്കർ മാനേജ്മെൻറ്റ് എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിനുള്ളിൽ. അവിടെയാണ് ഇതിൻ്റെ വിശദ വിവരങ്ങൾ വളരെ കൃത്യമായി അദ്ദേഹം അടുക്കി പിറക്കി വച്ചിരിക്കുന്നത്. ഇന്ത്യ കണ്ട സ്വപ്നങ്ങൾ എന്താണോ, ഇന്ത്യ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങിയത്, ഇന്ത്യയുടെ കുതിപ്പ് എന്തായിരുന്നു, തീവ്രവാദ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഏത് തരത്തിൽ നീങ്ങുന്നുവോ അതിനെ അടിച്ചമർത്തേണ്ടത് എവിടെയാണ് എന്ന് വളരെ കൃത്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൂചനകൾ നൽകിയിരുന്നു എന്നുള്ളത് ബിസ്വാരയെ അക്കമിട്ട് നിരത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ആങ്കർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ. അതുകൊണ്ട് ഇന്ത്യയോട് കളിക്കുമ്പോൾ സൂക്ഷിക്കുക എന്ന് തന്നെയാണ് ഇനി മുന്നോട്ട് വരുമ്പോൾ ഏത് ലോകരാഷ്ട്രത്തോടും പറയാൻ പറ്റുന്നത്. 10 വർഷം കൊണ്ട് ഒരു രാജ്യം ഇത്രയൊക്കെ മുകളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമായി കാണേണ്ടിയിരിക്കുന്നു. ഈ 2024 എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. 2014 ഞാൻ ആദ്യം ഈ വാർത്ത തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതല്ലോ, അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദി അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഈ 2024 എത്രത്തോളം അതിന് വിലമതിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പാകിസ്ഥാന് ഏത് തരത്തിലാണോ അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഏതാണോ ആ ഭാഷയിൽ നിങ്ങൾ തിരിച്ചു പറയുക എന്നാണ് 2014 നരേന്ദ്ര ദാമോദർ ദാസ് മോദി പറഞ്ഞത്.
ആ വാക്കുകൾ അക്കമിട്ട് അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു 2024 വരെയും ഈ നരേന്ദ്ര മോദി. അതുകൊണ്ടാണ് 2019 ഈ അഭിനന്ദൻ വർദ്ധമാനെ എന്ന ഭാരതപുത്രനെ 24 മണിക്കൂറുകൾക്കകം പാകിസ്ഥാന് ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടി വന്നത്. അത് നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ വിജയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളിൽ ഒരു പൊൻതൂവലായിരുന്നു അത്. ഇല്ലെങ്കിൽ 9 മിസൈലുകൾ വളരെ കൃത്യമായി പാകിസ്ഥാനെ തകർത്തേനെ, ചുട്ടെരിച്ചേനെ ഈ ലാഹോറും കറാച്ചിയും അടക്കമുള്ള പ്രദേശങ്ങൾ. അങ്ങനെയുള്ള ധീരപുത്രനാണ് നരേന്ദ്രമോദി എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇതെന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ.